സ്തുതി. മിശിഹായിലെ സ്നേഹമുള്ളവരെ, നമ്മൾ ഉത്ഥാനത്തിന് ശേഷം കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചിട്ടാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ കണ്ടത് കർത്താവ് മൂന്നാം പ്രാവശ്യം ശ്ലീഹന്മാർക്ക്, ഇത് കഴിഞ്ഞ ശേഷം ശ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് മഗ്ദല മറിയത്തിന് പ്രത്യക്ഷപ്പെടലേ. കഴിഞ്ഞ ആഴ്ച കണ്ടത് ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടത്. ആ സമയത്ത് തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈശോ രണ്ടാമതും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ഇവിടെ ഈശോ രണ്ടാമതും പ്രത്യക്ഷപ്പെടാനുള്ള കാരണമുണ്ട്. തോമസിലേക്ക് വേണ്ടി മാത്രമാണ് ഈശോ രണ്ടാമതും വന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷം വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്ന് ദൈവശാസ്ത്രന്മാർ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. കാരണം യോഹന്നാൻ ശ്ലീഹ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും വിശ്വാസ അനുഭവം അവതരിപ്പിച്ചു കൊണ്ട് കാണാം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം വളരെ പ്രധാനപ്പെട്ടമായിട്ടുള്ള സുവിശേഷമായി, പ്രത്യേകിച്ച് വിശ്വാസ സുവിശേഷം എന്ന് അവിടുന്ന് പ്രഘോഷിക്കാറുണ്ട്, ദൈവശാസ്ത്രന്മാർ കാണാറുണ്ട്. 20-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചത്. ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ കിരിയോസ്, അത് മലയാളത്തിലേക്ക് ഒന്ന് കണ്ടു എന്ന് പറയുന്നത്, പക്ഷേ അനുഭവിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, മൂന്ന് കാര്യങ്ങളാണ് അവിടെ തോമസ് ലീഹ പറഞ്ഞത്. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, കൈകളുടെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണണം. ഒന്നാമത്തെ കാര്യം കാണണം, കാഴ്ച. രണ്ടാമത്തെ കാര്യം, ആ പഴുതുകളിലൊക്കെ എൻ്റെ വിരല് ഇടണം. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നാമത് കണ്ടു, രണ്ടാമതായിട്ട് സ്പർശിച്ചു അല്ലെങ്കിൽ തൊട്ടു, സ്പർശനം. മൂന്നാമതായിട്ട് ആ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വെക്കണം. ഒന്നാമതായിട്ട് കാണണം, രണ്ടാമതായി തൊടണം, മൂന്നാമതായിട്ട് പാർശ്വത്തിൽ കൈകൾ വെക്കണം എന്ന് പറയുമ്പോൾ പാർശ്വം എവിടെയാ? ഇവിടെ തുളച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹൃദയത്തിലെ. അപ്പൊ മൂന്നാമത്തെ കാര്യം പറയുന്നത് അനുഭവിക്കണം. ഈശോയുടെ ഹൃദയമായിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടാകണം. നമ്മൾ പ്രത്യേകമായിട്ട് ജൂൺ മാസം തിരുഹൃദയ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന ഒരു മാസമാണ്, തിരുഹൃദയ മാസമാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ച് നമ്മളെ സമർപ്പിക്കുന്ന മാസമാണ്. അപ്പോൾ ആദ്യം കാണണം, കാഴ്ച, സ്പർശിച്ചു, സ്പർശനം. മൂന്നാമതായിട്ട് ആ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്, ഹൃദയത്തോട് തൊടുമ്പോൾ ഒരു സ്പാർക്കിങ് അവിടെ ഉണ്ടാവും, അനുഭവിച്ചു. ഈ മൂന്ന് കാര്യങ്ങളാണ് തോമസ് ലീഹ പിടിവാശി പിടിച്ച് ചോദിച്ചത്. ഈശോ അത് സാധിപ്പിച്ചു കൊടുത്തു. ആ മൂന്ന് തരം വിശ്വാസങ്ങളാണ് അവിടെ കാണുവാൻ സാധിക്കുക എന്ന് ദൈവശാസ്ത്രന്മാർ കൃത്യമായിട്ട് പറയുകയാണ്. ഒന്നാമതായിട്ട് അടയാളങ്ങൾ തേടുന്ന വിശ്വാസം. രണ്ടാമത് എഴുതി വെച്ച് വേണമെങ്കിൽ എതിർക്കുന്നവർക്ക് എഴുതിയെടുത്തോ. ഒന്നാമതായിട്ട് അടയാളങ്ങൾ തേടുന്ന വിശ്വാസം. കണ്ടാൽ മാത്രമാണ് ഞാൻ അത് അനുഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന അടയാളങ്ങൾ തേടുന്ന വിശ്വാസം. മൂന്ന് തരം വിശ്വാസങ്ങൾ തോമസ് ലീഹയിൽ ഉണ്ട്. ആ വിശ്വാസത്തിന് മൂന്ന് തലങ്ങളുണ്ടെന്ന് ഈശോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോമസ് ലീഹയ്ക്ക് ഈ അനുഭവത്തിലൂടെ കടന്നു പോയത്. രണ്ടാമത്തെ വിശ്വാസം ശ്ലൈഹിക വിശ്വാസം. മൂന്നാമത്തെ വിശ്വാസം വിശ്വാസികൾ സമൂഹമായ സഭയുടെ വിശ്വാസം. ആ വിശ്വാസം ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ് ഞാൻ പറയാം, മൂന്ന് തരം വിശ്വാസം തോമസ് ലീഹ വിശ്വാസത്തിലേക്ക് വരണം. എന്തുകൊണ്ടാണ് തോമസ് ലീഹ ബാക്കിയുള്ള സ്ലീഹന്മാർ കണ്ടു, തോമസ് ലീഹ മാത്രം കാണാൻ പറ്റിയില്ല? അത് ശരിക്കും നാണക്കേടല്ലേ?
തോമാസ് ലീഗ നാണക്കേട്, അയാളുടെ അവിശ്വാസം കൊണ്ടല്ല, തോമാസ് ലീഗയ്ക്ക് നാണക്കേട് വിചാരിച്ചു. കാരണം കണ്ടില്ലേ, നിനക്ക് മാത്രം കാണാൻ പറ്റിയില്ല എന്ന് മറ്റുള്ളവർ പരിഹാസപാത്രമാകുമെന്ന് തോമാസ് ലീഗ അറിയുന്നതുകൊണ്ടാണ് തോമാസ് ലീഗ ഉത്ഥാനം ചെയ്ത കർത്താവിനെ അനുഭവിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അനുഭവിക്കാനാണ് കർത്താവിനെ ആവശ്യപ്പെട്ടത്. മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയോളോ? കാണാൻ പറ്റിയോളോ? തൊടാൻ പറ്റിയോ? ഇല്ല. അനുഭവിക്കാൻ പറ്റിയോ? ഇല്ല. ആ പിടിവാശിയാണ്. ഇവരെക്കാളും ടോപ്പിലേക്ക് എനിക്ക് എത്തണം, കാണണം, സ്പർശിക്കണം, അനുഭവിക്കണം. നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് കാഴ്ച, സ്പർശനം, അത് അനുഭവം. നമ്മൾ ആ സ്നേഹത്തിൻ്റെ ബന്ധം അത് പൂർത്തീകരണത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. എന്നിട്ട് ഈശോ പറയുകയാണെങ്കിൽ 3 തരം വിശ്വാസങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിക്കുക. ദൈവശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ടത്. ഒന്നാമത്തെ വിശ്വാസം അടയാളങ്ങൾ തേടുന്ന വിശ്വാസം. തോമാസ് ലീഹ ഇവിടെ അടയാളങ്ങൾ ചോദിക്കുക ചെയ്തത്, കാണിച്ചു കൊടുക്കുക ചെയ്ത് അടയാളങ്ങൾ ചോദിക്കുക ചെയ്തത്. എന്താണ്? കാണുകയും കൈ വയ്ക്കുകയും ചെയ്യല്ലാതെ വിശ്വസിക്കൽ നിർബന്ധം വിളിക്കുന്ന തോമാസ് ലീഗയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും തേടുന്ന ഒരു വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതം കണ്ടാലാണ് വിശ്വസിക്കുള്ളൂ. ഞാൻ 1000 പ്രാവശ്യം വചനം എഴുതിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം റോസമിശ്യ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടണം, റോസമിശ്യ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടാലാണ് ഞാൻ വിശ്വസിക്കുള്ളൂ. അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. ആ വിശ്വാസം യഥാർത്ഥമുള്ള വിശ്വാസം അല്ല എന്നാണ് ഈശോയോട് പഠിപ്പിക്കുന്നത്. ആ വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. നമുക്കറിയാം 10 കുഷ്ഠരോഗികളിലെ 9 പേർക്ക് അത്ഭുതവും അടയാളം ഉണ്ടായി. രക്ഷ പ്രാപിച്ച ഇല്ല. ഒരേ ഒരാൾ മാത്രമാണ് തിരിച്ചു വന്ന് കർത്താവിനെ അനുഗമിച്ച് കർത്താവിനെ അനുഭവിച്ചത്. ഒരാൾ മാത്രം. അപ്പം ഇവിടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് കണ്ട് വിശ്വസിക്കുന്ന അടയാളത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 2-ാം വാക്യം അതെടുത്ത് വായിച്ചു നോക്കിയാൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 2-ാം വാക്യം. യഹൂദ പ്രമാണിയായ നിക്കോദെമസ് ദൈവത്തിന് ഗുരുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ദൈവം കൂടെയില്ലെങ്കിൽ മതി. ദൈവം കൂടെയില്ലെങ്കിൽ നീ പ്രവർത്തിച്ച അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അടയാളം പ്രവർത്തിക്കാൻ സാധിക്കില്ല. നിക്കോദെമിന്റെ വിശ്വാസം എന്ത് വിശ്വാസ? ശരിയായ വിശ്വാസാണോ? ആണോ? അല്ല, ശരിയായ വിശ്വാസമല്ല. അത്ഭുതം കണ്ടതുകൊണ്ട്, അടയാളം കണ്ടതുകൊണ്ട് ആണ്. ഈശോയുടെ സ്നേഹം കൊണ്ടൊന്നല്ല. അത്ഭുതം കണ്ടതുകൊണ്ട്, അടയാളം കണ്ടതുകൊണ്ട് മാത്രമാണ് നിക്കോദെമസ് രഹസ്യമായിട്ട് രാത്രിയിൽ ഈശോയുടെ അടുത്ത് വന്നത്. വീണ്ടും അത്ഭുതം കാണാൻ വേണ്ടി മാത്രം. ഈശോയുടെ സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല. യഹൂദ പ്രമാണിയായിട്ടുള്ള നിക്കോദെമസ് പകൽ വരാൻ പേടിയുണ്ട്, അതുകൊണ്ട് രാത്രി ഒളിച്ചും പതുങ്ങി ഇനി അത്ഭുതം കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. അത് ശരിയായ വിശ്വാസം അല്ല. നമ്മൾ അത്ഭുതങ്ങൾ പിന്നാലെ പരക്കം പായുമ്പോൾ ചിന്തിക്കണം, അത് ശരിയായ വിശ്വാസമല്ല. അത്ഭുതം നടക്കാൻ റോസമിശ്യമാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ദൈവം നടക്കാൻ പ്രാർത്ഥിക്കുക. അത്ഭുതം ചൊല്ലാൻ, അത്ഭുതം നടക്കാൻ വേണ്ടി ജപമാല ചൊല്ല, അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ട് കുരിശിന് ചൊല്ല, അത്ഭുതം നടക്കാൻ വേണ്ടി വചനം വായിക്കുക അല്ല. അത് ശരിയായ വിശ്വാസമല്ല. അത് കണ്ട് വിശ്വസിക്കുന്ന അവിശ്വാസിയുടെ അടയാളമാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങളും. വിശ്വാസിയുടെ അടയാളമാണ് അഭിഷേകം, അനുഗ്രഹം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശോ എന്ത് മറുപടിയാണ് നിക്കോദെമസിന് കൂടിയത് പറഞ്ഞത്?
ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ അടയാളം കണ്ട് വന്നപ്പോൾ ഈശോ പറഞ്ഞ, നിക്കോദെമോസേ നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ? ഇല്ല. എന്താ പറഞ്ഞെന്നറിയ മറുപടി? നീ വീണ്ടും ജനിക്കണം മോനെ. ഇത് അത്ഭുതം കണ്ടുകൊണ്ടൊന്നും നീ രക്ഷപ്പെടാപ്പിക്കില്ല. അത്ഭുതം കൊണ്ട് നീ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് കാര്യമില്ല. നീ വീണ്ടും ജനിക്കണം. എങ്ങനെ വീണ്ടും ജനിക്കണം? ആത്മാവിനാലേ നീ ജനിച്ചാൽ മാത്രമാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടൊന്നും നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചുകൊണ്ടൊന്നും ഒരെണ്ണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. എങ്ങനെയുള്ളവർ പ്രവേശിക്കുക? ആത്മാവില് വീണ്ടും ജനിച്ചാൽ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. കൃത്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ അവിടെ അത്ഭുതം കണ്ട ഒരു ഒറ്റ എണ്ണം അത്ഭുതം പ്രവർത്തിക്കുന്നതിനും പ്രവർത്തിച്ച ഒന്നും സ്വർഗത്തിലേക്ക് പോകാനും പോണില്ല. ആത്മാവിലെ നീ വീണ്ടും നീ ജനിക്കണമെന്നാണ് നിക്കോദെമോസിനോട് കർത്താവ് കൃത്യമായിട്ടും പഠിപ്പിച്ചത്. അപ്പോൾ നിക്കോദെമോസ് ചോദിച്ചത്, അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് എനിക്ക് വീണ്ടും ജനിക്കാൻ സാധിക്കുന്നോ? ഓക്കെ, അത് നിലാവട്ടെ. ഇനി രണ്ടാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. രണ്ടാമത് യോഹന്നാൻ 2:23-24 വാക്യങ്ങൾ. അടയാളങ്ങൾ കണ്ട് അല്ലെങ്കിൽ അത്ഭുതം കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. ഈശോയാകട്ടെ വിശ്വസിച്ചില്ല. എന്തെന്നാൽ അവരെല്ലാം മറക്കുന്നു. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ നമ്മളിങ്ങനെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇവരെ ഓടിക്കൂടും. ഒരു കാര്യമില്ല. ഇവിടെ എണ്ണം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. മറിച്ച് നീ ദൈവത്തെ തൊട്ട് അറിഞ്ഞ് അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഇവിടെ 200 എന്നല്ല 2000 പേര് വന്നാലും ഉപകാരമില്ല. നേരെ മറിച്ച് ദൈവത്തെ അനുഭവിച്ച് ആ പരിശുദ്ധ കുർബാനയുള്ള സ്നേഹം അനുഭവിക്കുമ്പോൾ ആ കിരിയോസ്, ഞാൻ ദൈവമായിട്ട് അനുഭവം, ആ ഹൃദയം തമ്മിലുള്ള ഐക്യമാണ് കിരിയോസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ അനുഭവം. ആണ് തോമാസ് ലീഗ ചോദിച്ചു വാങ്ങിച്ചത്. അവിശ്വാസിയായിട്ടല്ല, കണ്ടു, തൊട്ടു, എൻ്റെ ഹൃദയം പങ്കുവച്ചു. അപ്പോഴാണ് ഓളിയിട്ട് പറഞ്ഞത്. എന്താണെന്നറിയോ? എന്താ പറഞ്ഞേ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇതെന്താ ഞാൻ കാണണേ, എന്താ ഞാൻ അനുഭവിക്കണേ. അവിടെ നിൽക്കാൻ പറ്റണില്ല. ആ അഭിഷേകം കൊണ്ട് ടച്ചിങ് വന്നപ്പോൾ, ആ സ്പർശനം വന്നപ്പോൾ ഒരു സ്പാർക്ക്, ഒരു ഡിമ്പിനിൽ വലിയ സ്പാർക്കാണ് ആ ഹൃദയത്തിലേക്ക് വന്നത്. ഉടനെ പ്രഘോഷിച്ചു. ഇവിടെ ഈശോ പറയാണ്, വളരെ പേര് എന്നെ വിശ്വസിച്ചു, പക്ഷേ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. നിങ്ങൾ അടയാളങ്ങൾ അത്ഭുതം കണ്ടോണം ഓടി വരണേ. ഈ യോഹന്നാന്റെ സുവിശേഷം, വീണ്ടും യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, 4-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യം. യോഹന്നാൻ അത്ഭുതത്തെ ഇഷ്ടപ്പെടാത്ത ആളാണ്. അതുകൊണ്ട് യോഹന്നാൻ അത്ഭുതം പറയില്ല. അത്ഭുതം വാക്ക് വെക്കുന്നത് യോഹന്നാൻ ഇഷ്ടമില്ല. യോഹന്നാൻ മുഴുവൻ പറയുന്നത് അടയാളങ്ങൾ എന്നാ. മത്തായി, മാർക്കോസ്, ലൂക്കയാണ് പറയുന്നത് അത്ഭുതം എന്ന് പറയുന്നത്. അത്ഭുതം അടയാളം കാണാതെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇവിടെ ചേച്ചി പറയാം, അച്ഛാ ഞാൻ 9 ആഴ്ച ഇവിടെ വന്നു, ഒരു അത്ഭുതം എനിക്ക് ഉണ്ടായില്ല. അത്ഭുതം കാണാൻ വേണ്ടി വന്നതാ, കർത്താവിന് ഇടാൻ വേണ്ടിയിട്ട് വന്നതല്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടാം? കർത്താവിനെ അനുഭവിക്കാനായിട്ട് നമ്മൾ വരേണ്ടത്. അപ്പൊ ഈ കണ്ടുള്ള അത്ഭുതം കണ്ടുള്ള വിശ്വാസം, അടയാളം തേടുന്ന വിശ്വാസം, ഒന്നാമത്തെ വിശ്വാസം. തോമാസ് ലീഗയുടെ ആ വിശ്വാസത്തിൽ ഒന്നാമത്തെ കാര്യം അത് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ശ്ലൈഹിക വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം ശ്ലൈഹിക വിശ്വാസം. 20-ാമത്തെ അധ്യായം 24, 27, 28 വാക്യങ്ങൾ. 27, 28 വാക്യങ്ങൾ.
ശ്ലൈക വിശ്വാസം കണ്ടു വിശ്വസിക്കുക എന്നത് സ്ലീഹന്മാരുടെ വിശ്വാസത്തിന് ആധികാരിക നൽകുന്നതാണ്. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം ഒന്ന് ചോദിച്ചു നോക്കിയേ. ഫ്രണ്ട്സേടൻ ആ ആ ആ ആ ഞങ്ങൾ കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള വിശ്വാസത്തെ കുറിച്ചിട്ടാണ്. ആ ഓക്കെ ഓക്കെ ഞങ്ങൾ കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള വിശ്വാസത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ശ്ലൈഹിക വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സ്ലീഹന്മാരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവര് കണ്ടതാണ്, അനുഭവിച്ചതാണ്, ഇതൊക്കെയാണ്. അവർ കണ്ടതാണ്, അനുഭവിച്ചത്. സ്ലീഹന്മാർ സ്ലീഹയാവണമെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് അതിനകത്ത്. കണ്ടനുഭവിച്ച് ആ വ്യക്തിക്ക് മാത്രമേ സ്ലീഹയാവാനായിട്ടുള്ള. അതുകൊണ്ടാണ് ബാക്കി എത്ര സ്ലീഹന്മാരുണ്ട്? 12. പിന്നെ എത്ര സ്ലീഹന്മാരുണ്ട്? 11 + 1. ആരോ 1? മത്തിയാസ് സ്ലീഹയാണോ? ആണ്, മത്തിയാസ് സ്ലീഹയാണ്. പിന്നൊരു സ്ലീഹ കൂടിയുണ്ട്, പൗലോസ്. പൗലോസ് എങ്ങനെയാണ് സ്ലീഹന്മാരായിട്ടായത്? കണ്ട് അനുഭവിച്ചു. കണ്ട് അനുഭവിച്ചു. ഈശോയെ കണ്ട് അനുഭവിച്ചു. കാരണം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ വായിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ. ആ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മത്തിയാസിനെ കുറിയിട്ട്. മത്തിയാസ് 2 പേരുണ്ടായിരുന്നു, മത്തിയാസും ജോസഫും ഉണ്ടായിരുന്നു. ഈ 2 പേരിൽ ആരെ എടുക്കണമെന്ന് പറയും മുമ്പായിട്ട് 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് വായിച്ചേ. 1 അപ്പോസ്തല 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ. ഒരാൾ ഞങ്ങളുടെ ഒപ്പം സാക്ഷിയായിരിക്കണം. പിന്നെ യോഹന്നാന്റെ സ്ഥാനം മുതല് യോഹന്നാന്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ ഈശോയുടെ കാര്യങ്ങൾ അനുഭവിച്ച വ്യക്തി ആയിരിക്കണം സ്ലീഹ. എന്നിട്ടാണ് മത്തിയാസിനും ജോസഫിനും കുറിയിട്ടിട്ട് മത്തിയാസിന് കുറി വീണത്. 1 കൊറിന്തോസ് 15-8 വാക്യം വായിച്ച. 1 കൊറിന്തോസ് 15-8 വാക്യം. ഏറ്റവും ഒടുവില് അകാലജാതനൻ എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. മനസ്സിലായോ? അകാലജാതന പോലെ അവിടുന്ന് എനിക്കും പ്രത്യക്ഷനായി. ആർക്ക്? പൗലോസിലേക്ക്. ആ പൗലോസിലേക്ക് പ്രത്യക്ഷനായത് കൊണ്ടാണ് പൗലോസ് സ്ലീഹ എന്ന് വിളിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും. ബാക്കിയുള്ളൊക്കെ അപ്പസ്തോലന്മാർ, അയക്കപ്പെടുന്നവരൊക്കെ അപ്പസ്തോലന്മാർ അർത്ഥം. അപ്പസ്തോല വാക്കിനകത്ത് അയക്കപ്പെട്ടെന്നർത്ഥം. സ്ലീഹ. അപ്പൊ 1 കൊറിന്തോസ് 15 പൗലോസ് സ്ലീഹ പറയുകയാണ് അങ്ങനെയാണ്. അപ്പോൾ ഈ അനുഭവിച്ചത് എനിക്ക് പ്രത്യക്ഷനായിട്ട് അനുഭവിച്ചു. തോമാസ് ലീഹയ്ക്ക് പ്രത്യക്ഷനായില്ല എങ്കിൽ തോമാസ് ലീഹയെ ആരെന്ന് വിളിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് തോമാസ് ലീഹയ്ക്ക് വിശ്വാസക്കുറവ് നമ്മൾ പലപ്പോഴും
അവിശ്വാസിയായ തോമ എന്ന് പറയണേ അല്ല, തോമാസിലേക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്ന വ്യക്തി. വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഭയം വരില്ല. കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ ബിരുത്തിന്റെ ആത്മാവിനെയല്ല, ഭയം വരില്ല. മറ്റ് സ്ത്രീകന്മാർക്ക് വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ പക്ഷെ ഭയങ്കര ഭയം മൂലം കഥ കടിച്ചിരുന്നപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ ധൈര്യപൂർവ്വം പുറത്തേക്ക് ഇറങ്ങിയത് തോമാശ്ലീഹയ. വിശ്വാസിക്ക് മരണഭയം ഉണ്ടാവോ? ഇല്ല. വിശ്വാസമില്ലാത്ത വ്യക്തിക്കാണ് മരിക്കാനായിട്ട് ഭയം. വിശ്വാസമില്ലാത്ത വ്യക്തിക്കാണ് മരണഭയം ഉണ്ടാവുക, മരിക്കാൻ പേടിയുണ്ടാവുക. വിശ്വാസത്തിന് ആഴത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ്. തോമാശ്ലീഹ ഉറക്കെ പറഞ്ഞത് നമുക്കും അവനോട് പോയിട്ട് കൂടെ പോയി മരിക്കാം. അത് വിശ്വാസ പ്രഘോഷണമാണ്. ഓക്കെ, രണ്ടാമതായിട്ട് തോമാശ്ലീഹയാണ് ഈശോ കർത്താവും ദൈവവുമായിട്ട് പ്രഖ്യാപിക്കുന്ന ഏക വ്യക്തി. പഴയ നിയമത്തിലെ യാഹ്വേ ആ വാക്കിൻ്റെ അർത്ഥം കർത്താവ്, എലോഹിം ആ വാക്കിൻ്റെ അർത്ഥം ദൈവം. പഴയ നിയമത്തിൽ 2 വാക്കുകളാണ്, യാഹ്വേ ആൻഡ് എലോഹിം. തോമാശ്ലീഹ പറഞ്ഞത് 2 വാചക തന്നെയാണ്. എൻ്റെ ഈശോ, എൻ്റെ ഗുരു കർത്താവും ദൈവവുമാണെന്ന്, ദൈവപുത്രനാണെന്നല്ല ദൈവവുമാണെന്ന് ഉറക്കെ വിശ്വാസത്തോടെ പ്രഘോഷിച്ച വ്യക്തിയാണ് തോമാശ്ലീഹ. ഈശോ കർത്താവും ദൈവവുമാണെന്ന് ഉറക്കെ പ്രഘോഷിച്ചത്, അതാണ് ശ്ലൈഹിക വിശ്വാസത്തിൻ്റെ തലം. ഇനി മൂന്നാമത്തെ വിശ്വാസമുണ്ട്, കാണാതെയുള്ള വിശ്വാസം. 20-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ, നിങ്ങളെല്ലാവരും കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ വിശ്വാസി ആരാ? ഈ കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യം കിട്ടിയ വിശ്വാസികൾ ആരാ? നമ്മൾ ഓരോരുത്തരും സഭയിലെ മാമോദിസ വഴി അംഗമായി തീരുന്ന വ്യക്തികളാണ് കാണാതെ വിശ്വസിക്കുന്നവരെ. പൂർവികരായിട്ട് നമുക്ക് കൈമാറി വന്ന അപ്പസ്തോലന്മാരുമായി വഴിയായിട്ട് നമ്മുടെ പൂർവികർക്ക് കൈമാറി വന്ന വിശ്വാസം നമ്മൾ കാണാതെ വിശ്വസിക്കുക. പരിശുദ്ധ കുർബാനയിലെ ഈശോ ഉണ്ടെന്ന് കണ്ടുവന്നിട്ട്, ഇപ്പൊ വിളക്കന്നൂരിലെ, കണ്ണൂർ ഭാഗത്ത് വിളക്കന്നൂരിലെ ദിവ്യകാനന്ദത്തിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു, വ്യക്തമായി കണ്ണൂർ കാണാൻ സാധിക്കും. നമ്മൾ പരിശുദ്ധ കുർബാനയിലെ ഈശോനെ കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? അല്ല, അനുഭവിക്കണം. ഇവിടെ 2 തരം വിശ്വാസം ഉണ്ട്. ഒന്ന്, കണ്ടു വിശ്വസിച്ച ശ്ലീഹന്മാരുടെ വിശ്വാസവും ശ്ലീഹന്മാരുടെ കൈമാറപ്പെട്ട കിട്ടിയ സഭയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന സഭ അംഗങ്ങളുടെ കാണാതെയുള്ള വിശ്വാസം. ഇപ്പം ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവരാരാ? ശ്ലീഹന്മാരാണോ നമ്മളാണോ? നമ്മൾ കിട്ടിയ ഭാഗ്യമൊക്കെ നിർഭാഗ്യമായിട്ട് കൊണ്ടു നടക്കാം. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചു ചോദിച്ചത്, അച്ഛാ എന്തിനാ കർത്താവ് ഇത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കണേ? ധ്യാനത്തിന് വന്നപ്പോളേ ഞാൻ പഠിച്ചിട്ട് കേട്ടിട്ട് പാസ്സാവളേ, കർത്താവ് എന്നെ പാസ്സായി, എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കണേ, എന്തിനാ വിഷമിപ്പിക്കണേന്ന് ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് പ്രതികൂല സാഹചര്യം വരുമ്പോഴാണ്, പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ കർത്താവിനെ കൂടുതൽ അടുക്കുള്ളൂ. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ കൊച്ചിന് പനി വരുമ്പോഴാണ്, പനിയില്ലാത്തപ്പോഴാണ് നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യുക. അപ്പൊ ഇതിന് കെയർ ചെയ്യാൻ പോണേ ഒരുമിച്ച് ഇതോടെ നിങ്ങൾക്ക് സ്നേഹം കുറഞ്ഞിട്ടാണോ കുറഞ്ഞിട്ടുണ്ടോ? എന്തേ പ്രതിസന്ധി വരുമ്പോഴാണ് ഈശോയുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ.
ഒരു പക്ഷേ പനി വരുമ്പോൾ ഞാൻ പറഞ്ഞ പനി വരുന്ന നല്ലത്. പനി വന്നു കഴിഞ്ഞാല് എന്ത്, അമ്മയുടെയും സ്നേഹം കൂടുതൽ, അപ്പൻ്റെയും കൂടുതൽ സ്നേഹം കയറും, കൂടുതൽ കിട്ടും. അത് നമ്മുടെ 5 മക്കളില് ഒരു കുട്ടിക്ക് കുറച്ച് അസുഖം ഉണ്ടെന്ന് വയ്ക്കുക, അപ്പൻ്റെ അമ്മയും കൂടുതൽ കയറിയോ? അപ്പൊ അസുഖങ്ങളതോർത്ത് നന്ദി പറഞ്ഞു കർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികള്, രോഗങ്ങള് എന്തും ആയിക്കൊള്ളട്ടെ, അത് വരുമ്പോൾ യേശു നമ്മളെ പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ട്. അത് ചിന്തിക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. ഇത് അനുവദിച്ചു തരുമ്പോൾ നമ്മൾ മനുഷ്യമായി ചിന്തിക്കുമ്പോൾ ചിന്തിച്ചു നോക്ക്. ഇപ്പം മേരേജിൻ്റെ മോൾക്ക് അസുഖം വന്നു, മേരേജിക്ക് ആ മോളെ കുറിച്ചുള്ള കെയറിങ് മാത്രമല്ല, എപ്പോഴും എൻ്റെ മോൾക്ക് എന്താ പ്രാർത്ഥനയില്ലേ, ആ മോൾക്ക് കൂടുതൽ പ്രാർത്ഥനയിട്ടുകൊണ്ടിരിക്കുക. 3 മക്കളുണ്ടെങ്കിലും ഏത് വ്യക്തിക്കാണോ അസുഖം വന്നേ ആ വ്യക്തിക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥന ഓർമ്മയിൽ ആ മോളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക. മറ്റു മക്കൾക്ക് ഇല്ല എന്നല്ല, പക്ഷെ കൂടുതൽ ചിന്തിച്ച് അങ്ങനെ കൊടുക്കാം. ആ ഒരു അമ്മ മാനുഷ്യമായി നമ്മൾ മനുഷ്യരായി നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമുക്കൊരു അസുഖം വരുന്നുണ്ടെങ്കിൽ, നമുക്കൊരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ കൂടുതൽ കെയർ ചെയ്യുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നം. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഒരാളും അത്ഭുതം നടക്കാനോ രോഗം മാറാനോ ഒന്നുമില്ല പ്രാർത്ഥിക്കണ്ടേ. ദൈവമേ, ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഓരോ പരിശുദ്ധ കുർബാനയിലും അനുഭവിക്കാനായിട്ട്. കിരിയോസ്. അതുകൊണ്ട് തോമസ് ലീഗ ഓൾട്ടി വിളിച്ചത്. ആ ഹൃദയം തൊട്ടപ്പോഴുണ്ടല്ലോ ഷോക്കട്ടിക്ക് ചെയ്ത ടിമ്മിനിൽ ഈ ഏറ്റവും 110 kV ലൈനിൽ ഷോക്കട്ടിക്കാൻ പോലെ നിന്ന് കരിഞ്ഞുണ്ടാവും തോമസ് ലീഗ. നിന്ന് കരിഞ്ഞു വെച്ചാല് അവന്റെ എല്ലാ ബലഹീനത കംപ്ലീറ്റ് പോയിണ്ടാവും, കരഞ്ഞു ഉരുകി പോയിണ്ടാവും, നെയ്യുരുക്കണം പോലെ. അപ്പോഴാണ് അവൻ പ്രഘോഷിച്ചത്. അവൻ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ അവൻ എൻ്റെ കർത്താവേ, ദൈവമേ എന്ന് വിളിച്ച് ഓളിയിട്ട് വിശ്വാസം പ്രഘോഷിച്ചത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളുടെ വയസ്സായച്ചന്മാരോട് 2 പേരുണ്ട്. അപ്പം ഞാൻ എന്ത് പറഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ വയസ്സായച്ച അപ്പുറത്ത് തട്ടിട്ടൊന്നു, അയ്യോ എന്നല്ല പറയണേ, അമ്മേന്ന് പറയണം. അമ്മ ശരി അച്ഛാന്ന് പറഞ്ഞു. അമ്മ ദൈവമേ എന്ന് പറയണം. അവിടെയാണ് നമ്മളെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കേണ്ടതും പ്രഘോഷിക്കേണ്ടതും. അതിനായിട്ട് ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.